കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുണ്ട്. പറഞ്ഞു പോലെ ചിലപ്പോ ഞാൻ കുഴപ്പത്തിലേ ഷെഹനാസ് തിയേറ്ററില് ഇപ്പൊ ഈ ഷോയ്ക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോ വന്ന് കേറുമ്പോ ഷാരിസ് പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ആദ്യം ഓടിപ്പോയത് മീശ മാധവനെ കണ്ടറിഞ്ഞ ദിവസം തന്നെയാണ്. അതിനു മുമ്പും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ്. പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് പെട്ടെന്ന് അത് ദേടാ ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുക, അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി. സത്യം പറഞ്ഞ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഷെഹനാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. കവിത തിയേറ്ററിൽ, ഷെഹനായിസിൽ ഒക്കെ, മഹാരാജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സത്യം പറഞ്ഞാല് മലയാള സിനിമയിൽ ഒരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തിയേറ്ററുകളിലൊക്കെ ഓടുന്നൊന്നും അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് നടക്കുമെന്ന് പോലും അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. കവിതാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ പോലീസുകാരെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 50-ാം ദിവസത്തിലേക്ക് കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചപ്പോൾ ഭയങ്കര ഇമോഷണലായി. ഇവിടെ എല്ലാവരും ഇപ്പൊ ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു. ഷാരിസ് പറഞ്ഞു, ബിന്ദു പറഞ്ഞു, റാണിയ പറഞ്ഞു. ശരിക്കും കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ 33 വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, അത് ദിലീപ് ഫാൻസ് മാത്രമല്ല. ദിലീപ് ഫാൻസിന്റെ സഹോദരങ്ങളെ കുറിച്ച് അല്ല എനിക്ക് പറയാൻ വാക്കുകളില്ല, അത് വേറെ വിഷയം. കാരണം അത്രയേറെ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോകേണ്ട സമയത്ത് എന്നോട് കൂടുതൽ എടുത്ത ആൾക്കാരാണ്. അത്രയേറെ അവർ മാനസികമായിട്ടും അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്ത എൻ്റെ സഹോദരങ്ങളാണ്. എന്നിട്ട് പോലും ഒരാൾ പോലും കുറയാതെ ആളുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നത് കൂടുതലും സൈലന്റ് ഫാൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമ 50 ദിവസത്തിലേക്ക് എത്തിച്ച് ഇതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ നിൽക്കുമ്പോഴും അവരോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റു സൈലന്റ് ഫാൻസ് ഉണ്ട്. അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ റിയാസ് ഇവിടെ പറയണ്ടായി, ഞങ്ങൾ കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ്. ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവർ അധ്വാനിക്കുന്നതെന്ന് ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞ അവര് ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോ, നേരത്തെ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ 5-8 വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യാന്നല്ലാതെ ഈ പറയുന്ന ജീവകാരുണ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ്. അവരുടെ അധ്വാനത്തിൽ നിന്ന് അപ്പോഴേ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ട് അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ
ഞാൻ ചെയ്തപ്പോ നിങ്ങൾ എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരശ്ശീലയിൽ കണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരശ്ശീലയിൽ കൂടിയാണ്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ കഥാകൃത്തുക്കള്, എൻ്റെ സംവിധായകര്, എൻ്റെ നിർമ്മാതാക്കള്, ഇവരോടൊക്കെ ഈ 150ാമത്തെ ചിത്രം വരെ എത്തിച്ചതിന്, എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അത്രയധികം കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അവരോടെല്ലാം ഞാൻ അത്രയും നേരിട്ട് പറയണം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഈ 150ാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം. ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ. ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത്. ലിസ്റ്റിനാണെങ്കിലും, ബിന്ദു ആണെങ്കിലും, ഷാരിസ് ആണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയുന്നത്, അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൽ വന്ന സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആലോചിച്ചിട്ടാണോ സിനിമ ചെയ്തത്? നിങ്ങൾക്കിപ്പോ എന്നെ വെച്ച് സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരെയും വെച്ച് സിനിമ ചെയ്യുന്ന ആളാണ് ലിസ്റ്റ്. കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫൈറ്റ് നടത്തി ഇങ്ങനെ ഓരോ വിഷയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഈ നടൻ ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എല്ലാവരോടും എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. എന്നെ പോലെ ഒരു കലാകാരൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെ നോർമലായിരിക്കുന്നു? ഞാൻ നോർമലായിരിക്കണം നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ കൈയടി കൊണ്ടാണ്. കാരണം ഞാനൊരു എന്താ പറയണത്, ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. സുനാമിയാണോ മറ്റാണോ എന്താണോ എനിക്കിനെ അറിഞ്ഞൂടാ. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോ ഒരുപാട് സന്തോഷം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ എൻഡിൽ പറഞ്ഞു പോലെ ചിലപ്പോൾ ഞാൻ കുഴപ്പത്തിലേക്ക് വലിയ സന്തോഷം. നമ്മൾ മലയാള സിനിമയില് റാണിയ നമുക്ക് കിട്ടിയ, എൻ്റെ കൂടെ ഒരുപാട് നായികമാര് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അവരൊക്കെ പല ഭാഷകളിൽ പോയി, എല്ലാ തരത്തിലും അവരൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തി. അതിൽ കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ റാണിയ കരുണാമാരുടെ ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമയിൽ പല സീക്വൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഒരു പെർഫെക്റ്റ് ആക്ടറുടെ, കാരണം എത്രയോ വർഷമായിട്ട് സിനിമകൾ ചെയ്ത് അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സീക്വൻസിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ കല്യാണത്തിന് വരുമ്പോൾ എന്തൊരു എനർജിയാണല്ലേ. കല്യാണ പെണ്ണായിട്ട് വന്നിട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ട് അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ ആളാണ്. അതുപോലെ തന്നെ ന്യൂസ് മേക്കർ എന്നുള്ള സ്ഥലത്തുള്ള സംസാരം, അവിടെയൊക്കെയാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ എടുത്ത് പറയേണ്ടത്. ഇരുത്തി കൊണ്ട് പറയുന്നതല്ല. ചിലപ്പോൾ നാളെ റാണിയ ഒരു പടമുണ്ട്, ആരാ അത് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ, ലിസ്റ്റ് ബൈ ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ ലിസ്റ്റ് ബൈ അത് ആ സിനിമയ്ക്ക് ഓക്കെ, പക്ഷെ ഇതിന്റെ ശമ്പളം അല്ലെ ഒന്നും പറയാൻ പറ്റില്ല, സിനിമയാണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.